ഹായ്, വെൽക്കം ബാക്ക് സൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും. എന്താണ് വിശേഷം? നിങ്ങളൊക്കെ അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് സ്കൂളും മദ്രസും എല്ലാവരും കൊടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ 9:30 മണിക്ക് നല്ലൊരു മഴ വന്നു. കുറച്ച് കുറവാണ് കേട്ടോ. ഇപ്പം നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അഥവാ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. എൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെ എൻ്റെ ഓഫീസിലെ കാര്യങ്ങളായിട്ടാണ് ഞാൻ നോമ്പിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ മോളിൽ കുട്ടിയുണ്ട്, സ്കൂളില്ലാത്തത് കൊണ്ട്. അപ്പം പിന്നെ ചെറിയ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ ഇത്താൻ്റെ മോള്, അവൾക്കൊരു മോളാണ്, 5 ആണും ഒരു പെണ്ണാണ്. അപ്പോൾ അവൾ ഡെലിവറി ആയി കേട്ടോ. അപ്പം പെൺകുട്ടി കിട്ടുന്ന ഭയങ്കര ആഗ്രഹത്തിലുണ്ടായിരുന്നു. അവൾക്ക് പെൺകുഞ്ഞിനെ മാഷാഅല്ലാഹ് ഉണ്ടല്ലോ, അവൾക്ക് പെൺകുഞ്ഞിനെ കിട്ടി കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡെലിവറി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മാഷാഅല്ലാഹ് ഇപ്പം എല്ലാവരും അങ്ങനെയല്ല. ചെറിയ 19 വയസ്സായതാണ്, 18 വയസ്സിലെ കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള 1 വർഷം പഠിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഡെലിവറി ആയി കേട്ടോ. പിന്നെ മാഷാഅല്ലാഹ്. അപ്പോൾ പിന്നെ വേറെന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ മഴയില്ല തോന്നുന്നല്ലേ. ഇവിടെ നല്ല മഴ. കർക്കിടകമല്ലേ, കർക്കിടകത്തിൻ്റെ മഴയായിരിക്കുമല്ലോ. പിന്നെ കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ മഴ നമുക്ക് കുറവായിട്ട് കിട്ടി കേട്ടോ. അപ്പം എനിക്ക് ഉമ്മ പറയാനുള്ളതാണ്, കർക്കിടകം തീർന്നാൽ പിന്നെ മഴ തീർന്നു, മഴൻ്റെ ശമനം കുറഞ്ഞു. കർക്കിടക ഭാവോ അങ്ങനെ എന്തോ പറയാറുണ്ടല്ലോ. കർക്കിടക ഭാവ്, അതിന് പാലൊഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറയാറുണ്ട്. പിന്നെ എനിക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായ സമയത്ത് അവർക്ക് ജൂൺ 5 തൊട്ട് ട്രോളിങ് വന്നു, ഓഗസ്റ്റ് 5 വരെ. അതൊക്കെ അറിയായിരുന്നു. പിന്നെ ഇപ്പം ആ സമയത്ത് ഇപ്പോൾ 1 മാസം വരെ അവർക്ക് മീനിൻ്റെ പണി ഉണ്ടാവില്ല. പിന്നെ അവർക്ക് 2 മന്ത് വരെ അവർക്ക് ഉണ്ടാവില്ല. ഓഗസ്റ്റിൽ അങ്ങനെ എന്തോ ഓപ്പണാണ് ട്രോളിങ്. 2 മാസം മീൻ കൊണ്ടുവരാൻ പോകാനൊന്നും ഉണ്ടാവില്ല അവർക്ക് ആ സമയത്ത് ഡ്യൂട്ടി. പിന്നെ അവർ ലോങ് പോകും, അവിടെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനത്തെ വിശേഷമാണ് കേട്ടോ. പിന്നെ ഇന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഓസി ഇന്നില്ല, ഓസി ഫീൽഡിൽ പോയിട്ടുണ്ട്. അവർ ഇന്നലെ പോയാൽ വന്നിട്ടില്ല. എല്ലാം ഞാൻ പോയി എൻ്റെ മോളെ ഇങ്ങനെ കാര്യങ്ങളിൽ പോയി ചെറിയ കുഞ്ഞിനെ നോക്കണം. എന്താ പറയുക, ദീദിൻ്റെ കുഞ്ഞല്ല, അപ്പോൾ നോക്കണമെന്ന് ഭയങ്കര ഒരു താല്പര്യം, ഇങ്ങനെ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, ആരെങ്കിലും വലിയ ഇത്താൻ്റെ വൈകുന്നേരം പോകുന്നുണ്ടെങ്കിൽ പോകാമെന്ന് ചോദിച്ചാൽ അവരപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ പോകുന്ന അനിയത്തിയും അടുത്തുള്ള ഇന്നലെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, ഡ്യൂട്ടിയുടെ സ്റ്റാഫില്ല കേട്ടോ. ഞാൻ ഒറ്റക്കായതാണ്, അല്ലെങ്കിൽ ഞാൻ പോകട്ടിനു. പിന്നെ അങ്ങനെ മോള് ഭയങ്കര കരച്ചിലാണ്. എനിക്ക് കുഞ്ഞിനെ കാണണം, ചെറിയ കുഞ്ഞുണ്ടാകും, എന്നെ കാണണം എന്നറിഞ്ഞു. ഭയങ്കര കരച്ചിലാണ് കേട്ടോ. നല്ല മഴയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും സേഫായിട്ടിരിക്കുന്ന മഴയാണല്ലോ. എല്ലാവർക്കും ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്ന് ഗോതമ്പ് ദോശയും അങ്ങനെയുള്ള ഇതൊക്കെയാണ്, ചിക്കൻ കറിയും ഒക്കെയാണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഞാൻ ഉറപ്പുണ്ടായിരുന്നില്ല, പോയെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കണം എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്കിനി പരിസരം ഒന്ന് നോക്കാം കേട്ടോ. ചുറ്റുപാടുള്ള പരിസരവും മഴയും. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മര കൊത്തിയതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പം പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ കേട്ടോ. മഴയാണ് ഉച്ച കഴിഞ്ഞു, നല്ല മഴയാണ് കേട്ടോ. നമ്മൾ ഉച്ചവരെ ഉണ്ടായിരുന്നു, നല്ല വെയിലാണ്. വൈകുന്നേരം മഴ വന്നു, രാവിലെയാണ് മഴ കേട്ടോ. നല്ല മഴയാണ്. കർക്കിടക മാസം ഇന്ന്, കർക്കിടക മാസത്തിൽ മഴ എന്ന് പറയും, അങ്ങനെയുള്ള മഴയാണ് കേട്ടോ. ആ മഴ ഇവിടെ ഒരു മഴ ഉണ്ടായിരുന്നു, ആ മഴ നമുക്ക് ഇവിടെ ഹൈവേ റോഡ് കാണാൻ പറ്റുന്നു. ഹൈവേ നമ്മളിവിടെ നിന്നാലും ഹൈവേ കാണാൻ പറ്റും, വണ്ടിക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം അല്ലെങ്കിൽ ആ മരം പൊളിച്ചില്ല, അത് നമുക്ക് നടന്നു പോകുമ്പോൾ ഇങ്ങനെ പാടാ പേടിയാവുന്നുണ്ട്. അത്രയും നല്ല മഴയാണ്. ഇവിടെ ഇതിൻ്റെ ഇവിടെ എന്താ ഇൻ്റർലോക്കിൻ്റെ മേലെ സീറ്റ് ഇട്ടതുകൊണ്ട് മഴേൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. വെള്ളം പോകുന്നതല്ല സംഭവം. അങ്ങനെ ഇത്ര സമയം കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ, ടിക്കറ്റ് ചെയ്യാനുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ വേറെ കസ്റ്റമർ ഉണ്ടായിരുന്നു, അല്ലാതെ ചില കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ അനിയത്തെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു കറിവേട്ട് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ പോകണം. ഇപ്പോൾ അതിൻ്റെ ബോട്ടില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ മഴ. പിന്നെ ഇങ്ങനെ പോകുന്നതില്ല. ഇന്നലെ ഇങ്ങനെ വൈകുന്നേരം പോകുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പോകുമ്പോൾ എനിക്കൊരു കുടയുണ്ടായിരുന്നു. എൻ്റെ മോള് സ്കൂളിൽ ഇറങ്ങി വീട്ടിലേക്ക് വരും. നേരെ അവിടെ കുറേ അപ്പുറം നിന്നു. അപ്പം പാവല്ലേ വീട്ടിലെടുത്തൻ്റെ ഏട്ടൻ എന്നിട്ട് കുട തന്നു നമുക്ക്. എന്നിട്ട് ആ ഏട്ടൻ്റെ കുട കൊടുത്തിട്ടില്ല, കണ്ടിട്ടില്ല. പാവാണ്, നല്ല ആളാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് നന്മ ചെയ്യുമ്പോൾ എന്തോ ഒരു മനസ്സിലേക്ക് നമുക്കൊരു ഹാപ്പിയാണ്. അവർ മഴ നനഞ്ഞിട്ട് വീട്ടിൽ പോയതിൻ്റെ നമുക്ക് കുട തന്നതാണ് കേട്ടോ. അങ്ങനെയുള്ള നന്മ ചെയ്യുന്നവരും ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടെന്ന് ഭയങ്കര സംഭവമാണ് കേട്ടോ. പക്ഷെ അവരെ കാര്യം ഞാനിപ്പോൾ രാവിലെ പോകുമ്പോൾ വരുമ്പോൾ കാണുന്നൊരു ഏട്ടനാണ്. നമുക്ക് നമ്മളൊരു അച്ഛനെ പോലെയാണ് കേട്ടോ അവരെ. അപ്പം അങ്ങനെയാണ് കാര്യം കേട്ടോ. ഒരു ടിക്കറ്റ് 4-5 കിട്ടി. 5 പേരെ ടിക്കറ്റ് ഒന്നിച്ച് ഇഷ്യൂ ചെയ്യാനൊരു പാട് പെട്ടത്. എനിക്ക് അവരില്ലാത്തതുകൊണ്ട് കസ്റ്റമറിൻ്റെ ചെയ്യുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ എക്സ്പയർ ആവുന്നുണ്ട്. എല്ലാം അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ മഴ പോകുമെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നല്ല മഴ എൻ്റെ അവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ബ്രേക്ക്, അല്ലെങ്കിൽ ബ്രേക്കും ഉണ്ടാവുന്നില്ല, ഒന്നും ഉണ്ടാവുന്നില്ല. ഹരിതകർമ്മസേനൻ്റെ ചെയ്യുന്ന കേട്ടോ. ഹരിതകർമ്മസേന വേസ്റ്റ് നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ലൈസൻസ് ഒക്കെ കൊടുക്കാനൊന്നും പറ്റില്ല ഷോപ്പിൽ. ഇനി എന്തോ വർക്ക് നോക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം പറയാൻ പറ്റില്ല, പോവാനാകുമ്പോഴേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിഷയം വൈകുന്നേരം കാണാം കേട്ടോ. വൈകുന്നേരം കേട്ടോ. മഴയ്ക്ക് ഒരു ശമനം ഇല്ല കേട്ടോ. രാത്രിയൊന്നും എന്താണെന്ന് അറിയില്ല, നല്ല മഴയായിരുന്നു. പിന്നെ എന്താണെന്ന് അവസ്ഥ അറിയാം. രാത്രിയൊക്കെ മഴ. അപ്പോൾ വൈകുന്നേരം 5 മണിയാവാറായിട്ട് മഴയ്ക്ക് ഒരു ശമനം ഇല്ല. ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ മഴയാണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. ഞാനിൽ ചായ കുടിക്കത്തില്ല, ചായ കുടിക്കാത്തതുകൊണ്ട് രക്തം പോലെ വരുന്നുണ്ട്. മഴയാണല്ലോ. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ മഴയുള്ള അവസ്ഥ എന്നല്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ മഴയാണോ? ഡ്യൂട്ടി കഴിഞ്ഞ് മഴയായിരുന്നു. ഉണ്ടാക്കി. പിന്നെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചോറ് വെച്ചു. ചായ കുടിക്കണം കേട്ടോ. അപ്പൊ കറിയൊന്നും ഉണ്ടാക്കാം. പിന്നെ ഇത് നനച്ചിട്ട് വെക്കും. പിന്നെ ഇത് രാത്രി പിന്നെ എൻ്റെ ഡ്യൂട്ടിയും അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ ഡ്യൂട്ടിയും എൻ്റെ വീട്ടിലെ ജോലി ഒന്നിച്ച് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് ഇതിലൂടെ എൻ്റെ വീഡിയോയിലെ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ചായ ഒന്ന് കുടിക്കട്ടോ. ആ വീട് മീത്ത പാങ്ങാക്കുന്നുണ്ട് പറഞ്ഞിട്ടാ. അത് ലീസിന് മുമ്പ് കൊടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ആ വീട്ടിലുണ്ടായതാണ്. അവളിപ്പോൾ ഇപ്പോൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. ആദ്യം 10 പറയുന്നുണ്ട് താഴെ ഇങ്ങനെ, പക്ഷെ ആരും എടുക്കുന്നില്ല. അതുകൊണ്ട് അത് മേലേക്ക് നല്ല എന്തോ റിപ്പയർ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എല്ലാം കൊണ്ടുവച്ചിട്ടെല്ലാം ഇതൊക്കെ റിപ്പയറെല്ലാം വല്ലതാക്കിയെങ്കിൽ നല്ലൊരു വീടായിരിക്കും. മോശം സൗകര്യമില്ല ഉള്ളിൽ, അതാണ് 10 വാടകയുണ്ട്. പിന്നെ അവിടെ കാണുന്നുണ്ടല്ലോ, ഇതാ വീട്ടിൻ്റെ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് വരെ ഫുള്ള് പൊളിഞ്ഞ് വീണിന് കേട്ടോ. വീട്ടിൻ്റെ പോലെ വരെ മാങ്ങലുണ്ടാകുന്നില്ല. ചിലപ്പോൾ മാങ്ങേൻ്റെ ഫുള്ള് തെങ്ങിൻ്റെ വെള്ളമെല്ലാം ഉണ്ടാകുന്നത്, അതെല്ലാം നല്ലോണം ഉണ്ടാവുമല്ലോ. അതെന്തോ കല്ലിലേക്ക് നനഞ്ഞിട്ട് മതിലെണ്ണ ഇളക്കി മതിലെണ്ണ പൊടിഞ്ഞ് വീണതാണ്. അങ്ങനെ ഇന്നിപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടായിരുന്നു. കുറച്ച് മഴയൊക്കെ ശമനമുണ്ട് കേട്ടോ. എനിക്ക് സമയം 7 മണിയായി. എനിക്കിപ്പോൾ ചോറ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. രാത്രിത്തെ മഴൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. കിളികളുടെ രാത്രി ഞാൻ ഇന്ന് നെത്തോളിയില്ലേ, ഡ്രൈ ഫിഷ്,
അത് കറി ഉണ്ടാക്കാൻ വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒതുക്കി നീരുള്ളി, തക്കാളി, അതുപോലെ തന്നെ ഉണക്കി മീൻ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പുളി എല്ലാം ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് തിളപ്പിച്ചാണ്. ഇതിന് കുറച്ച് തിളക്കുമ്പോൾ ഒരു വറ്റും പോലെ ആകുമ്പോൾ നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ദിവസമായി, ഇന്നലെ ഞാൻ ഫ്രൈ ചെയ്തിരുന്നു, ഫ്രൈ ചെയ്ത് നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മഴയായതുകൊണ്ട് ഇന്ന് നാളെയും സ്കൂൾ ലീവാണ് കേട്ടോ. മദ്രസകൾക്ക് നല്ല മഴയാണ്. ഇപ്പോൾ ഇത്രയും നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ളത്. എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല കാര്യമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വെള്ളം കെട്ടിക്കിട്ടുന്ന സമയത്ത് എത്രയോ മലയോര പ്രദേശങ്ങളിൽ ആൾക്കാർ കുട്ടികളെ പോകുന്ന നടന്ന് പോകാൻ പറ്റുന്നില്ല. നടന്ന് പോകുമ്പോൾ വെള്ളത്തിലോട് നീന്തി പോകുന്നതാണ്. തിള വന്നിട്ട് അപ്പോൾ നമുക്ക് ഡ്രൈ ഫിഷ് ഒന്നും നല്ല വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം അതിൻ്റെ മുളക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമുക്ക് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചുറ്റിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാൻ പണ്ടെല്ലാം നല്ല കറി വെച്ചു, പക്ഷെ ഇപ്പം എനിക്ക് അതുപോലെ ആവുന്നില്ല കേട്ടോ. മുമ്പൊക്കെ നല്ല പിന്നെ ഫ്രൈ ഫിഷ് കറിയെല്ലാം നല്ല വെക്കും കേട്ടോ. ഇപ്പം അത്ര എനിക്ക് ശരിയാവുന്നില്ല. നല്ല ടേസ്റ്റാണ് ഞാൻ അപ്പോൾ വെച്ച് മറ്റേ പരിപ്പ് ഇതൊക്കെ ഞാൻ പണ്ടെല്ലാം നല്ല കറി ഉണ്ടാക്കും, പക്ഷെ ഇപ്പോൾ അതുപോലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കുറച്ച് തേങ്ങ കൂടി നമുക്ക് വെന്ത് കിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തേങ്ങ വെന്ത് കിട്ടൂല. പിന്നെ നമ്മൾ രണ്ടാമത് ഇതിൻ്റെ മേലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എത്ര ചോറ് കഴിച്ചാലും നിങ്ങൾക്ക് മതിയാവില്ല ഇതിൻ്റെ കൂടെ, അത്രയും ടേസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ വെള്ളം കൂട്ടാതെ വറുത്തെടുക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയാകുമ്പോൾ എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കുന്നത് കൊണ്ടാണ്. വെറും വെള്ളം കൂട്ടാതെ വറുത്തെടുത്ത് കറി വെക്കുന്നുണ്ട്. ഡ്രൈ ആക്കിയ വെള്ളം ഇത് തന്നെ ഇതുപോലെ തന്നെ മുളക് പൊടിയിൽ ഇട്ടിട്ടുള്ള പിന്നെ കുറച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്യാനുണ്ട്, അത് മസാല ആക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മോള് വന്നിട്ടാകുമ്പോൾ നോക്കുന്നത് ഇതുപോലെ വരക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ വരച്ചിട്ട് ഇത് നോക്കിയിട്ട് വരച്ചിട്ട് കളർ കൊടുക്കുന്നതാണ്. വരക്കാനൊക്കെ ഇങ്ങനെ വരക്കും കേട്ടോളൂ, പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡ്രോയിങ് വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇത് ഇവൾ പെൻസിൽ പോലത്തെ അതിലാണ് കളർ കൊടുക്കുന്നത്, മറ്റേ കളർ സ്കെച്ചിലല്ല കേട്ടോ. കളർ സ്കെച്ചിൽ ഇവൾ കൊടുക്കാറില്ല. കളർ സ്കെച്ചിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും കണ്ടോ. നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സോയാബീൻ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നത് നല്ലോണം ഫ്രൈ ആവണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മസാല കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ റെഡിയായോ? അപ്പോൾ ഇന്നത്തെ വിശേഷം എൻ്റെ ഡ്യൂട്ടിയും അതുപോലെ തന്നെ വീട്ടിൻ്റെ ജോലിയൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമുക്കിതിൽ കാണിച്ചു വന്നിട്ട് ബാക്കിയൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ രാവിലെ പോകുമ്പോൾ നമുക്ക് ചില സമയത്ത് രാവിലെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വന്നിട്ടാകുമ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീട്ടിലെ കാര്യം അതുപോലെ തന്നെ ജോലിക്കാര്യം അതുപോലെ തന്നെ യൂട്യൂബും ഒക്കെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് നമുക്ക് എല്ലാം മുമ്പിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ജോലിയും നമ്മുടെ ഓഫീസ് ജോലിയും അതായത് യൂട്യൂബും നമുക്കെല്ലാം നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നാട്ട് ഇതുപോലെ നിങ്ങൾക്കും ഇപ്പം നമ്മൾ ഓരോരുത്തരുണ്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ജോലിയും അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് മാനേജ് ചെയ്യാൻ പറ്റുമോ? ചിലവർ ഈ ജോലിക്ക് പോയ സമയത്ത് യൂട്യൂബ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിലിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫ്രൈ ആവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മഴയ്ക്ക് ശമനം ഉണ്ട് കേട്ടോ.
ഇത് ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു, ഒരു ട്രിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിന് കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, ഇത് ഫ്രൈ ആവാൻ കുറച്ച് സമയം മതിയോ. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതിനെ മസാല ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂടെ അതുപോലെ ബിരിയാണി പോലെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഏതൊക്കെ ടൈപ്പ് നമുക്ക് സോയാബീൻ ഉണ്ടാക്കാം കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ സോയാബീൻ വാങ്ങാറേ ഉണ്ടാക്കി, ഓർമ്മ കിട്ടാറുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ മുമ്പത്തെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, ഇതൊക്കെ പോയി ഒന്ന് കാണണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.